പാടാത്ത പൈങ്കിളിൻ്റെ അടുത്ത ആഴ്ചത്തെ അടിപൊളി പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അവന്തിക പറഞ്ഞതെല്ലാം അനുസരിക്കുന്ന ഒരു ഭർത്താവാണിപ്പോൾ ഭരത്. ഭരത്തിനെ കൊണ്ട് തൻ്റെ തുണികൾ എടുത്തു വെപ്പിക്കുകയും ചെറിയ പണികളൊക്കെ ചെയ്യിപ്പിക്കുകയും ആണ് ഗൗതമൻ ആനന്ദവർമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ആ കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഗൗതമന് ആ കാഴ്ച കണ്ട് സഹിക്കാണ്ടായപ്പോൾ ഗൗതമൻ ഭരത്തിനോട് ചോദിക്കാണ്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? നിന്നെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഇവളാണോ? നീ എന്തിനാടാ ഇവളെ പേടിക്കുന്നത്? നിന്നെ എന്ത് പറഞ്ഞാണ് ഇവള് ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കാണ് ഗൗതമൻ. അപ്പോൾ ഭരത്താണെങ്കിലും ഒന്നുമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്. അപ്പോൾ ഒഴിഞ്ഞു മാറുമ്പോൾ ഗൗതമൻ അവന്തികയുടെ അടുത്ത് ദേഷ്യപ്പെടാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ അവന്തിക്ക് ഒരു കൂസലും ഇല്ലാണ്ട് ഗൗതമനെ വെല്ലുവിളിക്കാണ് കേട്ടോ. താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഗൗതമൻ തല്ലും എന്നൊക്കെ പറയാണ്. അപ്പോൾ താനൊന്ന് തല്ലി നോക്കുക, അപ്പോൾ കാണാമെന്ന് പറയാണ് അവന്തിക. അങ്ങനെ ഗൗതമൻ ദേഷ്യം വന്നിട്ട് തല്ലാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങാണ് ഗൗതമന്. അങ്ങനെ കൈയൊങ്ങുന്നത് ഭരത് കാണുമ്പോൾ അപ്പോൾ തന്നെ വന്നിട്ട് ഗൗതമൻ്റെ കൈ പിടിച്ച് എതിർക്കാണ് കേട്ടോ. ശേഷം ഗൗതമനോടും അനന്യയോടും തർക്കിക്കുകയാണ് ഭരത്. ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കേ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ പറയാണ് ഭരത്. അതേസമയം AV ഫുഡ്സ് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥിതിയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനന്ദവർമ്മയുടെ വീട്ടിൽ പ്രശ്നം നടക്കുന്ന സമയം ആണല്ലോ. അപ്പോൾ ഈ സമയം നോക്കിയിട്ട് നമ്മുടെ മധുരമാണെങ്കിലും ആനന്ദവർമ്മയുടെ കമ്പനിയൊക്കെ കുളം തോണ്ടാനുള്ള ശ്രമത്തിലാണ്. പിന്നീട് കൺമണിയും ദേവയും അമ്മച്ചിയും 3-4 ദിവസം റീത്ത മാഡത്തിൻ്റെ വീട്ടിൽ തങ്ങാണ്. അപ്പോൾ അവിടെ വെച്ച് റീത്ത മാഡത്തിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെ ദേവയും കൺമണിയൊക്കെ അറിയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചറിയാണ്. അപ്പോൾ റീത്ത മാഡത്തിനെ പ്രണയിച്ച ആളെ കണ്ട് പരിചയപ്പെടുകയും പിന്നെ വീണ്ടും അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ മുമ്പേ എന്തോ ഒരു കാരണത്താലാണ് ഇവർ രണ്ടുപേരും ഒന്നിക്കാണ്ടിരുന്നത്. അപ്പോൾ ദേവയും കൺമണി ഇടപെട്ടിട്ട് ഇവരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടുപേരും കേട്ടോ. അങ്ങനെ റീത്ത മാഡത്തിനെ പ്രണയിച്ച ആളെയും റീത്ത മാഡത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു ഒത്തുകൂടലാണ് അവിടെ നടക്കുന്നത്.